സോ ഇനി നമുക്കൊരു നമ്പർ ഇവിടെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ printf 12 എന്ന് പറയുന്നൊരു നമ്പർ എനിക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എഴുതി നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എറർ വാർണിംഗ് വരുന്നതായിരിക്കും. നമുക്കിവിടെ ഹലോ വേൾഡ് മാത്രമേ പ്രിൻ്റ് ആവുകയുള്ളൂ. സോ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്യാം, ഡബിൾ കോട്ടിനുള്ളിൽ പ്രിൻ്റ് ചെയ്യാം. പക്ഷേ ഡബിൾ കോട്ടിനുള്ളിൽ പ്രിൻ്റ് ചെയ്യുന്നതെല്ലാം നമുക്കൊരു സ്ട്രിംഗ് ടൈപ്പിലുള്ള ഡാറ്റയായിരിക്കും. അതായത് ഈ 12 എന്ന് പറയുന്നതും അതുപോലെ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നതും ഡബിൾ കോട്ടിനുള്ളിലാണെങ്കിൽ ഒരേ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് സി പ്രോഗ്രാം അതിനെ കണക്കാക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ റിസൾട്ട് ഇവിടെ ലഭ്യമാവുന്നതായിരിക്കും. പക്ഷേ അതൊരു നമ്പറായിട്ട് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനുകളിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഓപ്ഷനാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഞാനിവിടെ %d എന്ന് എൻ്റർ ചെയ്യുന്നു. ഈ %d ആണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനുകളിൽ നമ്പർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് കോമ എൻ്റർ ചെയ്ത് ഇവിടെ 12 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 12 എന്ന് പറയുന്ന നമ്പർ പ്രിൻ്റ് ആവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ തന്നെയായിരിക്കും, അഥവാ ഇൻറ്റിജർ തന്നെയായിരിക്കും. സോ മുകളിലുള്ളത് ഡബിൾ കോട്ടിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് ക്യാരക്ടർ ആയിരിക്കും, അതായത് സ്ട്രിംഗ് ആയിരിക്കും അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഈ %d പ്ലേസ് ഹോൾഡർ ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ഫംഗ്ഷനിൽ ഒരു പ്ലേസ്, അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു പ്ലേസ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ഈ നമ്പറിന് വേണ്ടി. സോ നമ്മൾ ഇനി ഇത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഹലോ വേൾഡ് 12 എന്ന് പറയുന്ന രണ്ട് നമുക്ക് പ്രിൻ്റ് ആവുന്നതാണ്. പക്ഷേ ഹലോ വേൾഡ് എന്ന് പറയുന്നത് സ്ട്രിങ്ങും അതുപോലെ 12 എന്ന് പറയുന്നത് ഇൻറ്റിജറും ആയിരിക്കും. സോ ഇനി നമുക്കിവിടെ കോപ്പി ചെയ്തു താഴോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. നമ്മളിവിടെ /n കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലൈനിൽ വരുന്നതാണ്. ഇനി ഇവിടെ ഞാൻ 3.52 എന്നാണ്, ഇപ്പോൾ നമ്മൾ പോയിൻ്റുള്ള ഡെസിമലുള്ള ഒരു നമ്പറാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ഹലോ വേൾഡ് പ്രിൻ്റായി, അതുപോലെ 12 എന്ന് പറയുന്ന നമ്പർ പ്രിൻ്റായി. പക്ഷേ നമ്മൾ 3.52 എന്നത് പ്രിൻ്റ് ആയില്ല, അവിടെ ഒരു -10 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് പ്രിൻ്റ് ആയത്. കാരണം നമുക്ക് ഇതുപോലെ ഡെസിമൽ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പ്ലേസ് ഹോൾഡറാണ് %f എന്ന് പറയുന്നത്. സോ ഡെസിമൽ നമ്പർ, സാധാരണ നമ്പറുകൾക്ക് നമ്മൾ %d അതുപോലെ ഡെസിമൽ നമ്പേഴ്സിന് നമ്മൾ %f ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3.52 എന്ന് പറയുന്ന ആ വാല്യൂ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് അടുത്ത രണ്ട്, സോ നമ്മളിത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ എഴുതുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു കമൻറ്റ് എങ്ങനെ കൊടുക്കാമെന്ന്. 2 സ്ലാഷ് ഇട്ട് നമ്മൾ എഴുതുന്നു ഫോർ ഇൻറ്റിജർ ടൈപ്പ്. അതുപോലെ ഇതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോർ ഫ്ലോട്ട് ടൈപ്പ് നമ്പേഴ്സ്. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നതിനാണ്. ക്യാരക്ടർ എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്നതിനാണ്. സോ നമ്മളിവിടെ സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവിടെ ഇതുപോലെ സിംഗിൾ കോട്ടിനുള്ളിൽ എൻ്റർ ചെയ്യുന്നു. സോ നമ്മൾ ക്യാരക്ടർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ടിനുള്ളിൽ ചെയ്യണം. സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടതുപോലെ ഡബിൾ കോട്ടിനുള്ളിൽ ചെയ്യണം. സോ ക്യാരക്ടർ നമ്മൾ ഇതുപോലെ പ്രിൻ്റ് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടത് %c എന്ന് പറയുന്ന ഒരു പ്ലേസ് ഹോൾഡറാണ്. സോ നമ്മളിവിടെ അതും കമൻറ്റിലായി എഴുതുന്നു. നമ്മൾ ഫോർ സിംഗിൾ ക്യാരക്ടർ, സോ ക്യാരക്ടർ ടൈപ്പ്, അതായത് സിംഗിൾ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ %c എന്നുള്ള %c എന്ന പ്ലേസ് ഹോൾഡറാണ് ഉപയോഗിക്കുന്നത്. സോ അതുപോലെ നമ്മൾ %s നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിന് വേണ്ടിയാണ്. സോ നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് എഴുതി. സോ സ്ട്രിംഗ് നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഡബിൾ കോട്ടിനുള്ളിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. സോ ഞാനിതിവിടെ റൺ ചെയ്യുന്നു. റൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ആദ്യത്തെ ഹലോ വേൾഡ് വന്നു, പിന്നെ നമ്മുടെ 12 എന്ന് പറയുന്ന നമ്പർ വന്നു, പിന്നെ 3.52 വന്നു, പിന്നെ നമ്മുടെ ക്യാരക്ടർ സി വന്നു, പിന്നെ നമ്മുടെ സ്ട്രിംഗ് ഹലോ വേൾഡ് വന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്ലേസ് ഹോൾഡർ, നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനുകളിൽ ഈ പറയുന്ന പ്ലേസ് ഹോൾഡറുകൾ നമ്മൾ ഓരോ ഡാറ്റയ്ക്കും അനുസരിച്ചുള്ള പ്ലേസ് ഹോൾഡറുകൾ ഇനി വരുന്ന ട്യൂട്ടോറിയലുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്.